കൊല്ലത്തും തിരുവനന്തപുരത്തും CPIയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വാർത്തയല്ല പുറത്തു വരുന്നത്. CPIക്ക് കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നാണ്, കൊല്ലം. PS സുബാൽ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പുനലൂരിൽ നിന്നുള്ള MLA ആണ്. സുബാൽ MLA ആയതിനു ശേഷം വലിയ പ്രശ്നങ്ങളാണ് കൊല്ലം ജില്ലയിൽ CPI നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് CPIയും CPMും തമ്മിലുള്ള തർക്കം ഒരു ഭാഗത്ത് തുടരുകയാണ്. പുനലൂർ മേഖലയിൽ അടക്കം പുനലൂർ SN കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട AISFകാരും DYFIക്കാരും ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ചതും CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയും CPI ജില്ലാ സെക്രട്ടറിക്കെതിരെയും ഒക്കെ കേട്ടാ അറക്കുന്ന ഭാഷയിൽ മുദ്രാവാക്യം വിളിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചു റാണിയുടെ മണ്ഡലത്തിൽ നിന്ന് 700ഓളം CPIക്കാർ രാജിവെച്ച് പുറത്തേക്ക് വന്നത്. പ്രകാശ് ബാബുവിന്റെ നാട്ടിൽ നിന്നും ഇപ്പോൾ CPIക്കാർ പുറത്തു വരുന്നു. 100 CPI പ്രവർത്തകർ കോൺഗ്രസിലേക്ക് ചേരാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. തിരുവനന്തപുരത്ത് CPIയിൽ കൂട്ട രാജി ഉണ്ടായിരിക്കുന്നു. ബിനോയ് വിശ്വം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം പാർട്ടിയെ വൻകിട മാഫിയകൾക്കും അതേപോലെ തന്നെയുള്ള ശിൽബന്ദികൾക്കും പണയം വെക്കുകയാണെന്ന് CPIയുടെ നേതാക്കന്മാർ ആരോപിക്കുന്നു. ഒരു ഭാഗത്ത് കേരളത്തിൽ CPI പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പണിയെടുത്ത, ചോര നീരാക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്താളുകളിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട K. ഇസ്മായിലിനെ പോലെയുള്ള, C. ദിവാകരനെ പോലെയുള്ള ആളുകളെ സൈഡ് ലൈൻ ചെയ്ത് അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ബിനോയ് വിശ്വത്തിന്റെ പ്രവർത്തനം. ബിനോയ് വിശ്വവും അദ്ദേഹത്തിന്റെ ചില അനുകൂലികളും ചേർന്നാണ് CPIയുടെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. ഇവർ ചിലരുടെ കയ്യിലെ കളിപ്പാവിയായി മാറുകയാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പണയം വെച്ചുകൊണ്ടാണ് ബിനോയ് വിശ്വം പാർട്ടിയെ നയിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങളല്ല, മാധ്യമപ്രവർത്തകരല്ല, CPIയുടെ മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ്. K. ഇസ്മായിലിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം അതെല്ലാം ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തും CPIന്റെ അകത്തുണ്ടായ വലിയ പൊട്ടിത്തെറി ഇടതുമുന്നണി രാഷ്ട്രീയത്തെ തന്നെ ആലോചനപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ CPIക്ക് അകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഭൂഷണമല്ല കാര്യങ്ങൾ. കാരണം CPI കേരളത്തിലെ എല്ലാ ജില്ലകളിലൊന്നും വലിയ സ്വാധീനമുള്ള പാർട്ടിയല്ല. അവർക്ക് MLA മാരുണ്ടാകുന്നത് പല ജില്ലകളിലും CPMന്റെ വോട്ട് കൊണ്ടാണ്. എനിക്ക് വ്യക്തിപരമായി അറിയാൻ കഴിയുന്ന കാഞ്ഞങ്ങാടും നാദാപുരത്തുമൊന്നും CPIക്ക് ആ മണ്ഡലത്തിൽ ബൂത്ത് വാർഡ് കമ്മിറ്റികൾ പോലും പലയിടത്തുമില്ല. അവിടെയെല്ലാം CPMന്റെ പ്രവർത്തകർ അഹോരാത്രം പണിയെടുത്തുകൊണ്ട് മാത്രമാണ് CPMനെ MLA മാരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് CPIയുടെ തട്ടകത്തിൽ, CPIയുടെ തട്ടകമായ കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരത്തിന്റെ ചില പ്രദേശങ്ങളിലെല്ലാം CPI പ്രവർത്തകർ ആ രാഷ്ട്രീയ പാർട്ടിയോട് ലാൽസലാം പറഞ്ഞപ്പോൾ പുറത്തു പോവുകയും അവർ കോൺഗ്രസ് പോലെയുള്ള മതേതര ജനാധിപത്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ്. എന്താണ് ഇതിന്റെ കാര്യം? കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് CPI വ്യതിചലിച്ചിരിക്കുന്നു. ആ അധികാരത്തിന് വേണ്ടി, അധികാരത്തിന്റെ അപ്പക്കഷ്ടം നുണയാൻ, അധികാരത്തിന്റെ ശീതളിമ ആസ്വദിക്കാൻ, ഏത് ആളുകളുമായി കൂട്ടുകൂടാൻ, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന CPMന്റെ സംഘപരിവാർ അനുകൂല നിലപാടുകളുമായി ചേർന്നു നിൽക്കാൻ CPIക്ക് യാതൊരു മടിയുമില്ല എന്ന് ബിനോയ് വിശ്വം നാൾക്കുനാൾ തെളിയിക്കുകയാണെന്നാണ് ബിനോയ് വിശ്വത്തെ എതിർക്കുന്ന CPIക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്ത് എത്രത്തോളം ആളുകൾ കൂട്ടമായി രാജിവെക്കുന്നത്. എല്ലാ പാർട്ടികളിൽ നിന്നും ഇങ്ങനെ 1-2 ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ രാജിവെച്ച് പുറത്തു പോകാറുണ്ട്. പക്ഷെ ഇത് അതുപോലെയല്ല. ഒരു പ്രദേശത്തെ 700 പ്രവർത്തകർ ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചു എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിലെ മുഴുവൻ സജീവ പ്രവർത്തകരും രാജിവെച്ച് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ലോക്കൽ സെക്രട്ടറിമാർ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ഇത്തരത്തിൽ ആളുകളെല്ലാം പാർട്ടി CPIനോട് വിട പറയുകയാണ്. ഇത് കേവലം കൊല്ലത്തോ തിരുവനന്തപുരത്തോ മാത്രമല്ല, തൃശ്ശൂരിൽ രാജിയുണ്ട്. ഒറ്റയും തെറ്റിയുമായി പല ജില്ലകളിലും രാജിവെക്കുന്നു. ഇവിടെ CPIയുടെ തട്ടകമായ പറവൂരിൽ 100ഓളം പ്രവർത്തകർ രാജിവെച്ചോ, ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ രാജിവെച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയി. ഇത് തന്നെയാണ് കേരളത്തിലെ CPIയുടെ മൂല്യച്യുതിയിലും. അതോടൊപ്പം തന്നെ CPM സംഘപരിവാറിന് കുട നിവർത്തുമ്പോൾ, CPM സംഘപരിവാറിന് പരവതാനി വിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കഴിയാതെ അവരോട് ചേർന്ന് നിൽക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യ പ്രാണവായുവായി കാണുന്ന ആളുകൾ CPIയോട് രാജിവെച്ച് കോൺഗ്രസ് പോലെയുള്ള മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിലേക്ക് എന്തായാലും ബിനോയ് വിശ്വം സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം കാലം CPMനെ മുച്ചോടും നശിപ്പിക്കുമെന്ന് CPIയിലെ മുതിർന്ന നേതാക്കന്മാർ K. ഇസ്മായിലിനെ പോലെയുള്ള, C. ദിവാകരനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു തുടങ്ങി.